+2 ഫിസിക്സിലെ ചാപ്റ്റർ 7 ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിലെ ആദ്യത്തെ ഡെറിവേഷനാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ്. ഇൻസ്റ്റൻറ്റേനിയസ് ഇ എം എഫ് എഫിനെ ഇ എന്നാണ് കൊടുക്കുക. ഇയുടെ ഡെറിവേഷൻ ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ആദ്യത്തെ ഡെറിവേഷനാണ്. അപ്പോൾ ഒരു കോയിൽ സി എന്ന് പറയുന്നൊരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് NS. ഇതിലിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് എ സിയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിൻ്റെ ഫോർമുലയാണ് I is equal to BAN cos theta എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, എ എന്ന് പറയുന്ന ഏരിയ, എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിളാണ്. ആ കോയിൽ ടേൺ ചെയ്യുന്ന ആംഗിൾ. തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി ഒമേഗ ടി ആണ്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു നമുക്കൊന്നത് ഡിറൈവ് ചെയ്യാം. BAN കോസ് തീറ്റയ്ക്ക് പകരം ഒമേഗ ടി എന്ന് കൊടുത്തു. ഇനി ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d∅/dt ഈക്വൽസ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ബി, അങ്ങനെ തന്നെ എ കോൺസ്റ്റൻ്റ് ആണ്, n. കോസിൻ്റെ ഡിഫറൻഷ്യൽ നെഗറ്റീവ് സൈനാണ്, നെഗറ്റീവ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് കോസ് എക്സ്. സൈൻ 2x ഡിഫറൻഷ്യൽ കോസ് 2x ഇൻറ്റു 2 ആയിരിക്കും. അതുപോലെ സൈൻ 3x ആണെങ്കിൽ കോസ് 3x ഇൻറ്റു 3 ആയിരിക്കും. അതുപോലെ ഒമേഗ ടി ആകുമ്പോൾ ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? നെഗറ്റീവ് ആദ്യം എഴുതുക, BAN ഒമേഗ സൈൻ ഒമേഗ ടി. അതുപോലെ ഇക്ക് വേറെ ഫോമുണ്ട്, -d∅/dt. അപ്പോൾ -d∅/dt എന്ന് പറയുന്നത് ആ നെഗറ്റീവ് ക്യാൻസൽ ചെയ്തിട്ട് BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. ഇതിൽ BAN ഒമേഗ എന്നുള്ളതിന് E0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E0 എന്ന് പറയുന്നത് മാക്സിമം EMF ആണ്. അങ്ങനെ വരുമ്പോൾ E എന്നുള്ളത് എന്താവും? E is equal to ആ BAN ഒമേഗയ്ക്ക് പകരം E0 വരും, E0 സൈൻ ഒമേഗ ടി. ഇതാണ് ഡെറിവേഷൻ. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഡെറിവേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ എഴുതണം. അതൊന്ന് നോക്കാം. ഡിറൈവ് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് നിന്നിട്ടുള്ളത്. അപ്പോൾ എഴുതേണ്ട സെൻറ്റൻസുകൾ: കൺസിഡർ എ കോയിൽ സി റൊട്ടേറ്റിംഗ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഒരു സി എന്ന് പറയുന്ന ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. ഫൈ എന്ന് പറയുന്നത് BAN കോസ് തീറ്റയാണ്. അതിൽ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ്, എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, തീറ്റ ആംഗിളാണ്. അതേ സമയത്ത് തീറ്റയ്ക്ക് ഒരു ഫോമുലുണ്ട്, ഒമേഗ ടി. അപ്പോൾ ഇനി ഫൈ ഈസ് ഈക്വൽ ടു BAN കോസ് തീറ്റ എന്നുള്ളതിൽ തീറ്റ എന്നുള്ളതിന് ഒമേഗ ടിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BAN കോസ് ഒമേഗ ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d∅/dt എന്ന് വരും. ബി കോൺസ്റ്റൻറ്റ്, എ കോൺസ്റ്റൻറ്റ്, n കോൺസ്റ്റൻറ്റ്. കോസിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് വരും. അതേ സമയത്ത് E എന്ന് പറയുന്നത് നെഗറ്റീവ് d∅/dt ആണ്. അപ്പോൾ അത് പോസിറ്റീവായി മാറി BAN ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വരും. അതിൽ BAN ഒമേഗയ്ക്ക് പകരം E0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E0 എന്ന് പറയുന്നത് മാക്സിമം EMF ആണ്. സോ
ഇക്വേഷൻ വിൽ ബി ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇത് നല്ലപോലെ പഠിക്കുക. ഇതാണ് ഡെറിവേഷൻ ഇ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഡെറിവേഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. താങ്ക് യു.